ഹായ് മക്കളെ, വളരെ വേദനയോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നുമല്ല മക്കളെ, കേരളത്തിൽ +2 റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എത്ര തോറ്റവരുടെ എണ്ണമാണ്. ഇവർ ശരിക്കും ജീവിതത്തിൽ തോറ്റവരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ആ സമയത്ത് എക്സാമിൻ്റെ സമയത്ത് ഒന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ വീട്ടുകാരും ടീച്ചേഴ്സൊക്കെ പഠിച്ചോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ ആവട്ടെ, ഒരുപക്ഷെ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ഓർമ്മയിൽ വന്നില്ല. മനുഷ്യന്മാരല്ലേ, നമ്മളാരും റോബോട്ടുകളൊന്നും അല്ലല്ലോ. സംഭവിച്ചു. ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ട് അവരുടെ വേദനകളും വിഷമങ്ങളും ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. മക്കളെ, ഞങ്ങളെ കൊണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? എജുപോർട്ടിനെ കൊണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? സാറേ, എക്സാമിൻ്റെ ക്ലാസ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മക്കളെ, നമ്മൾ ക്ലാസ് തരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ബാച്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എക്സാം, അതായത് +2 ഫെയിലായ ആളുകളും അതുപോലെ തന്നെ +2 കുറച്ച് മാർക്ക് കുറഞ്ഞു പോയവർ മാത്രം കണ്ടാൽ മതി. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അവരും കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പേപ്പറും നിങ്ങൾക്കായിട്ട് ക്ലാസ് കൃത്യമായി തരുന്നുണ്ട്. ആ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി ലൈവാണ് തരാൻ പോകുന്നത്. അതായത് യൂട്യൂബിലൂടെ നമ്മളിങ്ങനെ ഓടിച്ചു വിടുന്ന പോലത്തെ ലൈവല്ല, നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ട്, അതായത് എല്ലാ ചാപ്റ്ററും കൂടി ഒരൊറ്റ ദിവസം തീർക്കാന്നുള്ളതല്ല. ഓരോ ചാപ്റ്ററുകളും അല്ലെങ്കിൽ 2 ചാപ്റ്റർ വീതമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നിട്ട് ലൈവ് ക്ലാസ്സുകളും മെൻറ്റർഷിപ്പുകളും മോക്ക് ടെസ്റ്റുകളും, ഇങ്ങനെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാമുകളൊക്കെ എഴുതിച്ചുകൊണ്ട് നിങ്ങളെക്കൊണ്ട് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്നാണ് എക്സാം നോക്കുക. അതായത് ജൂൺ 23 നമ്മുടെ എക്സാം വരുന്നത്. ജൂൺ 23 മക്കളെ, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം പോലും നമ്മുടെ മുന്നിലില്ല. ഇത് കഴിഞ്ഞ വർഷം പറയുന്നത് പോലെ, കഴിഞ്ഞ വർഷം ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും പറയും, പക്ഷെ നിങ്ങൾ കേൾക്കുന്നത് കഴിഞ്ഞ വർഷം കേട്ട പോലെ ആയിരിക്കരുത് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നത്. അതായത് മനസ്സിൽ കുറച്ചെങ്കിലും വേദനയുണ്ടെങ്കിൽ, മനസ്സിൽ കുറച്ചെങ്കിലും വാശിയുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഇത് എഴുതിയെടുത്തിട്ട് എനിക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം. സാറേ, ഞങ്ങൾക്ക് കിട്ടി സാറേ, ജൂൺ 23 ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒരു മാസം പോലും കൃത്യമായില്ല. സാർ, ഇതെങ്ങനെയാണ് ക്ലാസ്, ഇതെങ്ങനെയാണ് ഞങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്? മക്കളെ, ഒരു വിഷയത്തിന് നമ്മൾ 5000 4000 രൂപയൊന്നും ഈടാക്കുന്നില്ല. വെറും 999 രൂപ മാത്രം. പോട്ടെ, ഞാൻ 1000 തന്നെ വെക്കാം. നിങ്ങൾ ഇത്രയും വർഷം പഠിച്ചിട്ട് +2 ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാ 10ാം ക്ലാസ് എന്നാണ് പറയാം. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ സാറേ, ഞങ്ങൾക്ക് ഫ്രീ തന്നൂടെ? ഇത്രയ്ക്കും അനുകമ്പ കാണിക്കുന്ന ആളല്ലേ നിങ്ങൾ, ഞങ്ങൾക്ക് ഫ്രീ തന്നൂടെ? മക്കളെ, ഞങ്ങൾക്കും ഒരു കുടുംബവും കാര്യങ്ങളുണ്ട്. അതായത് എനിക്കും ജീവിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിതൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടി, അതായത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, എഡിറ്റേഴ്സിന് പൈസ കൊടുക്കണം. ഇപ്പം നമ്മൾ ചെയ്യുന്ന സ്റ്റുഡിയോക്ക് റെൻ്റ് ഉണ്ടാവും, റെൻ്റ് കൊടുക്കണം. ഒരുപാട് സംഭവമുണ്ട്. ഞങ്ങൾ വരുന്ന വണ്ടിക്ക് എണ്ണ അടിക്കണം. ഇതൊന്നും ആരും ഫ്രീ തരൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാത്രമേ ഈടാക്കുന്നുള്ളൂ. അത് മാത്രമല്ല ഇതിൻ്റെ മെയിൻ സംഭവം. അതായത് എന്തിനാണ് ഈ ചെറിയ എമൗണ്ട് ഈടാക്കുന്നത് വെച്ചാൽ, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഞങ്ങളൊരു 1000 രൂപ കൊടുത്ത് പഠിക്കുന്നതാണ്. അത് 1 രൂപയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും. നിങ്ങൾ പഠിക്കാനിരിക്കും. ഞങ്ങൾ തരുന്ന ഡെയിലി ലൈവുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഞങ്ങൾ തരുന്ന ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ഞങ്ങളുടെ മെൻറ്റർഷിപ്പ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ എടുക്കും, സംസാരിക്കും, ഞങ്ങളോട് ഡൗട്ട് ചോദിക്കും നിങ്ങൾ. കാരണം നിങ്ങൾ ഒരു 1000 രൂപ ഒരു സബ്ജക്റ്റിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സബ്ജക്റ്റ് ആവട്ടെ, 3 സബ്ജക്റ്റ് ആവട്ടെ, ഇതിനൊക്കെ ഒരു സബ്ജക്റ്റിന് 999 രൂപ വെച്ചിട്ടാണ്. സാറേ, എങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാം? പറയാം. അതായത് താഴെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, അതായത് കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഇൻസ്റ്റഗ്രാം ID ആണ് SP, ഒരു ഐഡിയിൽ ചെറിയൊരു വര, സഹദ്. ഇതെന്ത് ചെയ്യുക? ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജിലൂടെ ചോദിക്കാം. ഓക്കെ, എന്തുണ്ടെങ്കിലും നമ്മൾ ജൂൺ 23 ഈ എക്സാം നമ്മൾ അടിപൊളിയാക്കിയിട്ട് എഴുതും. ഇത് വേദനയോട് കൂടി തന്നെയാണ് പറയുന്നത് മക്കളെ. ഇതെങ്കിലും നിങ്ങൾ ചെവിക്കൊള്ളാതെ പോരുത്. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാതെ പഠിക്കാൻ കഴിയും. എന്തിനാണ് ഞങ്ങൾ എജുപോർട്ട് ജോയിൻ ചെയ്യുന്നത്? അങ്ങനെയെങ്കിലും പഠിച്ചോ. നിങ്ങളോട് നമ്മൾ പറയുന്നത് ജോയിൻ ചെയ്യണം എന്നല്ല പറയുന്നത്, പഠിക്കണോടാ, പഠിക്കണം. പഠിക്കാൻ വേണ്ടി ഞങ്ങളൊരു വഴികാട്ടിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിൽക്കുന്നത്. പഠിച്ചൂടെ? നമുക്ക് ഒരുമിച്ച് കയറിക്കൂടാ. എല്ലാവരും ഡിഗ്രിക്കും മറ്റുള്ള കോഴ്സിനൊക്കെ പോകുമ്പോൾ നമുക്കും പോവണ്ടേ? പോവും മക്കളെ. ഇത് എൻ്റെ വാക്കാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ യാത്ര മുന്നോട്ട് പോവാം. ജൂൺ 23 എക്സാം എഴുതി കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു റിസൾട്ടായിരിക്കണം നമ്മുടെ മൊബൈൽ ഫോണിൽ തെളിഞ്ഞ് വരേണ്ടത്. തെളിഞ്ഞ് വരാൻ കഴിയും.
ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഇപ്പം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ടാണ് നിങ്ങൾ പേ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി ആയിരിക്കുക. ഇതുവരെ കഴിഞ്ഞതൊക്കെ പോട്ടെ, നമുക്ക് ഈ കളിയാക്കിയവരുടെ മുന്നിലും നമ്മളെ മോശക്കാരാക്കിയ മുന്നിലും നമ്മളൊന്നുമല്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലൊക്കെ തെളിയിച്ച് കാണിച്ചു കൊടുക്കേണ്ട ഒരു യുദ്ധക്കളത്തിലേക്കാണ് പോവേണ്ടത്. ജൂൺ 23-ാം തീയതി. സെറ്റല്ലേ മക്കളെ? ഹാപ്പി ആയിരിക്കാം. ബൈ ബൈ.